ഹലോ, ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് കെൻഡനിസ് പ്രൂഫിംഗ്. അനർക്കനിങ് പ്രോസസ്സിന് ശേഷം നമുക്കറിയാൻ പറ്റും ഫുൾ ബെഷേഡ് ആണോ ഡെഫിസിറ്റ് ബെഷേഡ് ആണോ നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. ഫുൾ ബെഷേഡ് കിട്ടി വന്ന നേഴ്സ് ആണെങ്കിൽ ഇവിടെ ഡയറക്റ്റ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഡെഫിസിറ്റ് ബെഷേഡ് കിട്ടുന്ന നേഴ്സുമാരാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ഒന്നാണ് കെൻഡനിസ് പ്രൂഫിംഗ്. ഈ എക്സാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ, അതായത് നാട്ടിലത്തെ നേഴ്സിംഗ് കോഴ്സ് ഇവിടുത്തെ നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്ത് കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് വേണ്ടത്ര അവർ കുറവാണെങ്കിൽ, അതായത് നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റിൽ നമ്മുടെ തിയറി അവേഴ്സും പ്രാക്ടിക്കൽ അവേഴ്സൊക്കെ നോക്കിയിട്ട് അത് കുറവാണെങ്കിൽ അത് നമുക്ക് ഫുൾഫിൽ ചെയ്ത് ഇവിടുത്തെ ക്വാളിഫിക്കേഷനിലോട്ട് നമുക്ക് ഈക്വലൻ്റ് ആക്കി തരുന്ന ഒരു എക്സാമാണ് കെൻഡനിസ് പ്രൂഫിംഗ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് 6 മാസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇവർ ഞങ്ങൾക്ക് തന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ എക്സാം എഴുതിയത്. ഓരോ ലാൻഡിനും എക്സാം പാറ്റേണിലും എക്സാമിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിലും അതിൻ്റെ കാലയളവിലും വ്യത്യസ്തതകളുണ്ട് കേട്ടോ. ഓരോ ലാൻഡിനും അത് ഡിഫറെൻ്റ് ആയിരിക്കും. കെൻഡനിസ് പ്രൂഫിംഗ് 2 സെക്ഷനായിട്ടാണ് നടക്കുന്നത്. ഒന്ന് പ്രാക്ടിഷ്യൽ പ്രൂഫും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമും ഉണ്ട്, മ്യൂട്ടിലേഷൻ പ്രൂഫും അല്ലെങ്കിൽ ഓറൽ എക്സാമും ഉണ്ട്. അങ്ങനെ 2 ആയിട്ടാണ് ഇത് നടക്കുന്നത്. ഫസ്റ്റ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തത് പ്രാക്ടിഷ്യൽ പ്രൂഫിംഗ് ആയിരുന്നു. അപ്പോൾ അത് പ്രാക്ടിഷ്യൽ പ്രൂഫിംഗ് ഹോസ്പിറ്റലുകളിൽ, ക്ലിനിക്കുകളിൽ, ആൾട്ടൻഹൈമിലും നടക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 to 3 പേഷ്യൻ്റ് എടുക്കുന്നു, കെയർ പ്ലാൻ എഴുതുന്നു. അപ്പോൾ അതിൻ്റെ ഡിസീസ് കണ്ടീഷനും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി വെക്കുന്നു. പിന്നെ നമ്മൾ പ്രാക്ടീസ് അനലൈറ്ററും നമ്മളും കൂടി ഇരുന്നിട്ട് ഒരു പ്ലാനിങ് ഉണ്ടാക്കുന്നു. അതായത് പിറ്റേ ദിവസത്തെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ ചെയ്യുന്നു. അതായത് ഏതൊക്കെ പേഷ്യൻ്റ് എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ പ്രൊസീജിയറുകൾ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനും കൂടി നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു. 2ാമത്തെ ദിവസമാണ് മെയിൻ ആയിട്ടുള്ള എക്സാം നടക്കുന്നത്. ഞങ്ങൾക്ക് 6 മണിക്കൂറായിട്ടുള്ള എക്സാം ആയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പേഷ്യൻ്റ് ഓവർ എടുക്കുന്നു. ഓവർ എടുത്തു കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് എല്ലാ പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു. മെയിനായിട്ട് ഇവർ നോക്കുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇവർ നോക്കും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഗ്രാമറായിട്ട് തന്നെ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കണമെന്നില്ല. നമ്മുടെ ലളിതമായ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലും നമുക്ക് നല്ലതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും മതി. നമ്മുടെ പേഷ്യൻറ്റിനോടും പിന്നെ ആ പ്രൂഫറോടും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ അവർ ശ്രദ്ധിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണോ പറയുന്നത്, അതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറുകളിൽ എന്തെങ്കിലും നമ്മൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഹൈജീനായിട്ടാണോ അത് ചെയ്യുന്നത് എന്നൊക്കെ ഇവർ അതിൽ നോക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ 2-3 പേഷ്യൻ്റ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നു, നമ്മുടെ സ്കില്ലും അതെല്ലാം അവർ ഇതിൽ നോക്കുന്നുണ്ട്. ഈ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ നമ്മുടെ എക്സാമിനറായിട്ട് ഒരു മ്യൂണ്ടിഷൻ പ്രൂഫിംഗ് പോലെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയില്ല, ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അത് 15 മിനിറ്റോളം കഴിഞ്ഞിട്ട് നമ്മളോട് ജയിച്ചോ തോറ്റോ എന്ന് അപ്പം നമ്മളോട് പറയുന്നില്ല. അത് മ്യൂണ്ടിഷൻ പ്രൂഫും കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ നമ്മളോട് പറയുള്ളൂ. മ്യൂട്ടിലേഷൻ പ്രൂഫിംഗ് അല്ലെങ്കിൽ ഓറൽ എക്സാം എന്ന് പറയുന്നത് നമ്മൾക്കൊരു ഫാൾഡോ HP കിട്ടും. അതിൻ്റെ ഉള്ളിൽ ഒരു പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി ഉണ്ടാവും, പിന്നെ ഡിസീസ് കണ്ടീഷൻ ഉണ്ടാവും, ആ പേഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ അതിൻ്റെ ആ ഒരു ഫാൾഡോ HP തന്നിട്ട് അതിൻ്റെ താഴത്തെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവും. എന്നാൽ ആ ഡിസീസ് കണ്ടീഷനെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള മറ്റു കാര്യങ്ങളെ പറ്റിയായിരിക്കാം. ചില സ്ഥലങ്ങളിൽ ഫാൾഡോ HP തന്നിട്ട് നമ്മുടെ പ്രൂഫർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയും 2 രീതിയും എനിക്ക് അറിയാവുന്നതാണ്. എൻ്റെ എക്സാമിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഫാൾഡോ HP കിട്ടിയായിരുന്നു. അതിനുശേഷം നമ്മുടെ പ്രൂഫറുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് പറയേണ്ട ഒരു മെത്തേഡും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ എക്സാമുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയാണ് ഫോളോ ചെയ്യുന്നത് ഇതിൽ. ഈ മ്യൂട്ടിലേഷൻ പ്രൂഫിങ്ങിനും കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മുടെ മ്യൂട്ടിലേഷൻ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറോളമാണ്. അരമണിക്കൂർ നമുക്ക് അത് ഫോർബറേറ്റും ചെയ്യാനും, അതായത് അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാനും അരമണിക്കൂർ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അരമണിക്കൂർ നല്ല രീതിക്ക് നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ നമ്മുടേതായ രീതിക്കെല്ലാം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എക്സാമിനറും നമ്മളോട് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അത് നമ്മൾക്കറിയാവുന്ന രീതിയിൽ അവരൊന്ന് പറഞ്ഞു ഫലിപ്പിച്ചാൽ മാത്രം മതി. നല്ല ഗ്രാമർ വെച്ചൊന്നും പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നല്ലതായിട്ട് ഒരു ചെറിയ ലളിതമായ രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അവർക്കൊന്ന് മനസ്സിലായാൽ മതി, നമുക്ക് ഈ കാര്യങ്ങൾ അറിയാം എന്നുള്ളത് അവർക്കൊന്ന് മനസ്സിലായാൽ മതി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനിരിക്കുന്ന നേഴ്സുമാർ പേടിക്കൊന്നും വേണ്ട. നമുക്ക് എല്ലാവർക്കും പാസ്സാകാൻ പറ്റും.
കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലുതായിട്ട് ലാംഗ്വേജ് വേണമെന്നൊന്നുമില്ല, നമ്മൾ ആരും പെർഫെക്റ്റും അല്ല. നല്ല രീതിക്ക് ചെറിയ രീതിക്ക് ലളിതമായ രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല രീതിക്ക് ഡിസീസ് കണ്ടീഷനുകളെല്ലാം പഠിച്ച് നമ്മൾ നല്ല രീതിക്ക് ഇതൊന്ന് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് പാസ്സാകുന്നതേ ഉള്ളൂ ഈ കെൻഡനീസെ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. കെൻഡനീസെ പ്രൂഫിങ്ങിലെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് വേണ്ടവർ കമൻ്റായിട്ട് പറയേണ്ടതാണ്. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. സ്റ്റേ പോസിറ്റീവ്, ബി ഹാപ്പി.